നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവോണത്തിന്റെ ആഘോഷങ്ങൾ പൊടിപൊടിക്കാൻ ജനങ്ങൾ പരക്കം പായുന്നതിന്റെ ഇടയ്ക്ക് ഉത്തർപ്രദേശിലെയും ഗുജറാത്തിലെയും ഒക്കെ ക്രൈസ്തവ ആക്രമണങ്ങളുടെ ഭീകരതകളെ കടത്തിവെട്ടുന്ന വിധത്തിലുള്ള ആക്രമണങ്ങളാണ് ഇത്തവണ കേരളത്തിലെ എറണാകുളം ജില്ലയിൽ വ്യവസായ മന്ത്രി പി രാജീവിന്റെ മണ്ഡലമായ കളമശ്ശേരിയിൽ കണ്ണായ സ്ഥലത്തെ ഒരു ക്രൈസ്തവ സന്യാസ ആശ്രമത്തിന് നേരെ അരങ്ങേറിയത്. ഉത്രാടപ്പാച്ചിലിന്റെ ആലസ്യത്തിൽ ജനം മയങ്ങുന്ന ആ അർദ്ധരാത്രിക്കായിരുന്നു ചില സംഘടിത ശക്തികൾ സാംസ്കാരിക കേരളത്തിൽ നടന്നതെന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിൽ കളമശ്ശേരി HMT കോളനിക്ക് സമീപം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ക്രൈസ്തവ സന്യാസ ആശ്രമത്തിന്റെ മതിലുകൾ തകർത്ത് അവിടെ താൽക്കാലിക ഷെഡുകൾ കെട്ടി ചിലരെ കുടിയിരുത്തിയത്. ആശ്രമത്തിനും അടുത്തുള്ള ചാപ്പലിനും ഇടയിൽ മതിൽ കെട്ടി തിരിച്ചിരിക്കുന്ന ഭൂമിയിലേക്ക് അർദ്ധരാത്രിയിൽ 70ഓളം പേർ കാൽനടയായി എത്തുകയും പിന്നാലെ എത്തിയ ബുൾഡോസറുകൾ അവിടുത്തെ മതിലുകൾ ഇടിച്ചു നിരത്തുകയും പിന്നാലെ എത്തിയ വലിയ ലോറിയിൽ നിന്ന് ഇറക്കിയ കോൺക്രീറ്റ് ഷെൽട്ടറുകൾ അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. നോർത്ത് ഇന്ത്യയിൽ കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചപ്പോൾ കന്യാസ്ത്രീകളോടുള്ള അനുകമ്പയേക്കാൾ വോട്ട് മാത്രം ലക്ഷ്യമാക്കി ആഘോഷിച്ച മനുഷ്യന്മാരൊക്കെ ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞത് ഛത്തീസ്ഗഡിലെ സംഘപരിവാർ ആക്രമണങ്ങളെ കുറിച്ചായിരുന്നെങ്കിൽ മതേതര സൗന്ദര്യം വഴിഞ്ഞ് ഒഴുകുന്നു എന്ന് പറയുന്ന കേരളത്തിന്റെ ഹൃദയഭാഗത്ത് ക്രിമിനലുകൾ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രോപ്പർട്ടിയിൽ കിടന്ന് അഴിഞ്ഞാടിക്കൊണ്ട് കാട്ടിക്കൂട്ടിയ ഈ തെമ്മാടിത്തരത്തെ വാർത്തയാക്കാനോ അത് ചർച്ചയാക്കാനോ ഭൂരിഭാഗം മാധ്യമങ്ങളോ അതിനെതിരെ പ്രതികരിക്കാൻ രാഷ്ട്രീയക്കാരോ ഭരണ പ്രതിപക്ഷ നിരയിലെ പ്രമുഖ നേതാക്കന്മാരോ ഒരു മനുഷ്യനും തയ്യാറായില്ല എന്നറിയുമ്പോഴാണ് വർത്തമാനകാല കേരളത്തെ ഗ്രസിച്ചിരിക്കുന്ന ദുരവസ്ഥയുടെ ആഴവും പരപ്പും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത്. കത്തോലിക്ക സഭ എറണാകുളം അങ്കമാലി രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാർത്തോമാ ഭവൻ അധികൃതർ 1980 പണം മുടക്കി വാങ്ങി കരമടയ്ക്കുന്ന വസ്തുവിൽ പ്രവർത്തിക്കുന്ന സന്യാസ സമൂഹത്തിനെതിരെ ഉണ്ടായ അതിശക്തമായ ആക്രമണവും അധിനിവേശവും ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന് ആകമാനം കടുത്ത പ്രതിഷേധത്തിന് കാരണമായി തീർന്നിരിക്കുകയാണ്. കഴിഞ്ഞ 45 വർഷങ്ങളോളമായി കത്തോലിക്ക സഭയിലെ വൈദികരും സിസ്റ്റേഴ്സും വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരുന്ന എറണാകുളം നഗരത്തിലെ ഒരു ക്രൈസ്തവ സ്ഥാപനത്തിന്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ് എങ്കിൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ എന്തും സംഭവിക്കാമെന്ന കാര്യമാണ് ഇവിടെ അടിവരയിടപ്പെടുന്നത്. കളമശ്ശേരിയിൽ ഓടിയെത്തിയപ്പോൾ അവിടെ കണ്ട കാര്യങ്ങൾ സാമൂഹ്യ നിരീക്ഷകനായ ഫാദർ ജോൺസൺ പാലപ്പള്ളി ഷെക്കാന ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്. മാർത്തോമാ ഭവനിന്റെ ക്യാമ്പസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു മരണ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു പ്രകൃതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു വാൻ പോലീസുകാരുണ്ട്. ആ പോലീസുകാരൊക്കെ ആർക്കാണ് കാവൽ നിൽക്കുന്നത്, അതായത് ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥനാണോ കയ്യേറ്റക്കാർക്കാണോ കാവൽ നിൽക്കുന്നത് എന്ന് പോലും സംശയം ഉളവാക്കത്തക്ക രീതിയിലുള്ള ഒരു നിസ്സംഗതയാണ് ആ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ഒരു ഞെട്ടലോടെ വേണം മനസ്സിലാക്കുവാനായിട്ട്. ഈ മാർത്തോമാ ഭവനം സ്ഥിതി ചെയ്യുന്ന പുരയിടവുമായി ബന്ധപ്പെട്ട ഈ പ്രോപ്പർട്ടിയുടെ മുൻ ഉടമസ്ഥനായ ഹനീഫ എന്നയാളുമായി ചില തർക്കങ്ങളും അതിന്റെ ഭാഗമായി ചില കോടതി വ്യവഹാരങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം ഈ മാർത്തോമാ ഭവനിലെ വൈദികരോ സിസ്റ്റേഴ്സോ അതുമായി ബന്ധപ്പെട്ട ആരെയെങ്കിലുമോ ഏതെങ്കിലും ക്രമക്കേടോ ചട്ടവിരുദ്ധമായ നടപടികളോ കാണിച്ചു എന്നല്ല, മറിച്ച് ഹനീഫയുടെ കുടുംബക്കാരാണ് അന്യായം തുടങ്ങി വെച്ചത്. 1980കളിൽ പലരുടെയും കയ്യിൽ നിന്ന് വാങ്ങിയ 16 ഏക്കർ സ്ഥലത്താണ് മാർത്തോമാ ഭവൻ സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ ഈ 16 ഏക്കറിന്റെ മുൻ ഉടമസ്ഥരെന്ന് പറയപ്പെടുന്ന ഹനീഫയുടെ മക്കൾ തീരാധാരം കൈവശമുള്ള ഉടമസ്ഥരായ മാർത്തോമാ ഭവൻ അധികാരികൾ അറിയാതെ തികച്ചും ആസൂത്രിതമായി മറ്റൊരു പാർട്ടിക്ക് ഇത് വിൽക്കുകയും അതേ തുടർന്ന് വാക്കുതർക്കങ്ങളും അന്യായത്തിനെതിരായി കോടതി വ്യവഹാരങ്ങളും ആരംഭിക്കുകയുമായിരുന്നു. കോടതിയിലെത്തിയ ഈ കേസിൽ 2007 വിധി പ്രസ്താവന നടത്തിയ എറണാകുളം സബ് കോടതി ഉത്തരവിട്ടത് പ്രസ്തുത വസ്തുവിന്റെ കൈവശക്കാർ മാർത്തോമാ ഭവൻ മാത്രമാണ് എന്നും അവിടെ ഹനീഫയുടെ മക്കൾക്കോ അവരുടെ മറ്റാർക്കെങ്കിലുമോ പ്രവേശനമില്ല എന്നുമായിരുന്നു. കോടതിയുടെ ഈ കൃത്യമായ ഉത്തരവിന് പുല്ലുവില പോലും നൽകാതെയാണ് 70ഓളം പോരുന്ന ഈ ക്രിമിനലുകൾ
ഉത്രാടത്തിന്റെ തിരക്കുകളിൽ ഈ സ്ഥലം ബലാത്കാരമായി കയ്യേറിയത് ഓർക്കുക. കേരളത്തിൽ റെഡിമെയ്ഡ് വീടുകളും കക്കൂസുകളും CCTVകളും സ്ഥാപിച്ചിട്ട് അതിലേക്ക് അതിക്രമിച്ച് കയറുന്നവർ ശിക്ഷാർഹരാണ് എന്ന് ഒരു ബോർഡും സ്ഥാപിച്ചു ഈ ക്രിമിനലുകൾ. ആളുകളുടെ കണ്ണിൽ പൊടിയിടുവാൻ 2023 ഒരു കോടതി ഉത്തരവും അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ തെരുവിൽ നായ്ക്കൾ ചത്തുകിടന്നാലും അവയ്ക്ക് ജാതിയും മതവും ലിംഗഭേദവും ഉണ്ടാക്കി സെൻസേഷണൽ സ്റ്റോറി ഉണ്ടാക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുടെ നിറകുടങ്ങളായ മാധ്യമങ്ങളൊന്നും കളമശ്ശേരിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ ത്രാണി ഉള്ളവരായില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പരസ്യം കൊടുക്കുന്ന അവരുടെ ഏമാന്മാരെ അലോസരപ്പെടുത്തി സ്വന്തം കഞ്ഞിയിൽ മണ്ണ് വാരി ഇടണ്ട എന്ന് തീരുമാനിച്ചതിന് അവരോട് സഹതപിക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. എന്നാൽ ഇതുപോലെയുള്ള ആളുകളുമായി ബന്ധമില്ലാത്ത ചില മാധ്യമങ്ങൾ സംഭവ സ്ഥലത്തേക്ക് ഓടിപ്പാഞ്ഞെത്തി സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടിയ മാർത്തോമ ആശ്രമത്തിന്റെ ഭാഗധേയങ്ങൾ വ്യക്തമായി തന്നെ ഒപ്പിയെടുക്കുകയും അതിക്രമത്തിനിരയായ വൈദികരെയും സന്യസ്തരെയും കണ്ട് വിശദമായ പ്രതികരണങ്ങൾ എടുക്കുകയും ചെയ്തു. മാർത്തോമ ഭവന്റെ സുപ്പീരിയറായ ഫാദർ ജോർജ് പാറയ്ക്കൽ അച്ഛനെ കണ്ട ഷെക്കേന ന്യൂസിനോട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. നമ്മളിവിടെ കളമശ്ശേരി ഏരിയ, ഇവിടെ കൈപ്പടമുള എന്ന് പറയുന്നത് പല വിഭാഗക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് ആരോടും ഒരു ശത്രുതയില്ല, ഒരു മതസൗഹാർദ്ദമാണ്, സാഹോദര്യവും സ്നേഹവും സമാധാനവുമാണ് നമ്മൾ ഇവിടെ കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ പേരിൽ പലരും ഇതിനെ മുതലെടുക്കാനായിട്ട് വർഗീയത കുത്തി നിറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത് അത് തെറ്റാണ്. ഞങ്ങളുടെ ആരുടെയും സമ്മതമില്ല, ഞങ്ങളുടെ ആരുടെയും സപ്പോർട്ടുമില്ല അങ്ങനെയുള്ളത്. നമ്മളെപ്പോഴും ഒരു മതസൗഹാർദ്ദവും സാഹോദര്യവും സ്നേഹവും സമാധാനവുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് അച്ഛന്മാർക്ക് ചില ഭയമുണ്ടെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് സിസ്റ്റേഴ്സിനാണ്. കാരണം പള്ളിയിൽ വരുവാനായിട്ടുള്ള അവരുടെ വഴി ബ്ലോക്ക് ചെയ്തു, പുറത്തേക്ക് ഷോപ്പിങ്ങിനോ മരുന്ന് വാങ്ങാനോ ഈവൻ ഒരു ആംബുലൻസ് കടന്നു വരുവാനുള്ള സാഹചര്യം കൂടി ഇവിടെ ഇല്ല. അതടക്കം അവർ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സിസ്റ്റേഴ്സിനാണ്. അവർക്ക് ഇത് താങ്ങാനുള്ള ബുദ്ധിമുട്ട്. പലരും രോഗികളായിട്ടുള്ള സിസ്റ്റേഴ്സ് ഉണ്ട്, പ്രായം ചെന്നവരുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേകമായിട്ട് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. വർഗീയ പ്രക്ഷോഭം എന്ന നിലയിൽ ഈ പ്രശ്നം വഷളാകാതിരിക്കാൻ സഭ ആകുന്നത്ര സംയമനം പാലിക്കുന്നുണ്ട്. മുൻപ് പല പ്രാവശ്യവും പല പ്രശ്നങ്ങളിലും സഭ ഇത് ചെയ്തിട്ടുണ്ട്. അതെല്ലാം സഭയെ ആക്രമിക്കാനുള്ള ചില കുത്തിത്തിരിപ്പുകളായിട്ടാണ് ചില ക്ഷുദ്ര ശക്തികൾ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കളമശ്ശേരിയിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് ക്രിമിനൽ ട്രസ്പാസിംഗ് തന്നെയാണ്. പുറത്തു നിന്നുള്ള ശക്തികൾ അതിന്റെ പിന്നിൽ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടും ഇവർക്കെതിരെ ക്രിമിനൽ നടപടികൾ ശക്തമാക്കാൻ കഴിയാതെ നമ്മുടെ നിയമ സംവിധാനം പോലും അറച്ചു നിൽക്കുകയായിരുന്നു എന്നത് നമുക്ക് പറയാതെ തരമില്ല. അത്ര ഭീകരമാണ് അവസ്ഥ. കളമശ്ശേരിയിലെ ക്രൈസ്തവ ആശ്രമത്തിന് നേരെ ഇത്രയും കനത്ത ആക്രമണം ഉണ്ടായിട്ടും അതിന്റെ ഗൗരവത്തിനും തീവ്രതയ്ക്കും ഒത്തവണ്ണം അത് പരിഗണിക്കാൻ പൊതുപ്രവർത്തകരുടെ കുപ്പായമിട്ട് കേരളത്തിലൂടെ തലങ്ങും വിലങ്ങുന്ന നടക്കുന്നവർക്കൊന്നും കഴിഞ്ഞില്ലെങ്കിലും കേരളത്തെ അക്ഷരാർത്ഥത്തിൽ നടുക്കുന്ന സംഭവം തന്നെയായിരുന്നു അവിടെ നടന്നത്. ചില പ്രത്യേക ജനുസിൽപ്പെട്ടവർ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ കേരളത്തിലെ അധികാരവർഗവും പ്രതിപക്ഷ വ്യൂഹവും മാധ്യമ പുങ്കുവന്മാരും ഒക്കെ നാഡികളും നാവും ഒക്കെ നിഷ്ക്രിയമാക്കി ഇരിക്കുന്ന ഒരുതരം രോഗ അവസ്ഥയ്ക്ക് അടിവര ഇടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കേരളത്തിലും സംഭവിച്ചത്. എന്നാൽ ഇത്തരം ക്രിമിനൽ ട്രസ്പാസിംഗ് സംഭവങ്ങൾ കേരളത്തിൽ ആദ്യത്തേതല്ല എന്നും ഇത്തരം ക്രിമിനലുകളെ പൊരുന്നിപ്പിടിച്ചിരിക്കുന്ന ദുഷിച്ച ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നമ്മുടെ ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം അവസാനത്തേതായിരിക്കില്ല ഈ സംഭവം എന്നും ഉള്ള കാര്യം ഉറപ്പാണ്. അതേക്കുറിച്ചും അത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് സാമൂഹ്യ പ്രതിബദ്ധതയുടെ കണിക പോലുമില്ലാതെ മൗനം പാലിച്ച സാമൂഹ്യ വ്യവസ്ഥിതിക്കെതിരെ ഷെക്കേന ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്ത BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ഒരു ഭൂമി വാങ്ങിക്കണം എന്ന് ഒരു വിഭാഗത്തിൽപ്പെട്ടവർ തീരുമാനിക്കുകയാണെങ്കിൽ ആ ഭൂമി അവർ വാങ്ങിച്ചിരിക്കും. അതാണ് ഇന്നത്തെ അവസ്ഥ. എന്ന് പറഞ്ഞാൽ ആ ഭൂമി ആവട്ടെ, കെട്ടിടമാകട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പൊതുവസ്തു ആവട്ടെ, എന്തു തന്നെ ആവട്ടെ, അതിനെ സംബന്ധിച്ച് ആദ്യം ഒരു ക്ലെയിം അങ്ങ് ഉന്നയിക്കുകയാണ്. അപ്പോൾ ആ ക്ലെയിം അങ്ങ് ഉന്നയിച്ചു കഴിഞ്ഞിട്ട് അതിന് എന്താ വില വേണ്ടത് എന്നൊരു ചോദ്യം, എന്നിട്ട് അവർ തന്നെ അതിന് വില നിശ്ചയിക്കുന്നു. അപ്പൊ നമ്മളത് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ആ വില പോരാ, ഇത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നത് സാമൂഹികമായിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ്. ആദ്യം ചെറിയ തോതിൽ തുടങ്ങി, പിന്നെ വലിയ തോതിലായി, പിന്നെ ഒറ്റപ്പെടുത്തലായി, പിന്നെ ഭീഷണിയായി, പിന്നെ ഗുണ്ടായിസമായി. ഇതൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഏറ്റുവാങ്ങേണ്ട വ്യക്തി അയാൾ പോലീസിൽ പോകും. അവിടെ ചെല്ലുമ്പോൾ പോലീസ് നിസ്സഹായമാണ്, നിശബ്ദമാണ്.
അവർ രാഷ്ട്രീയക്കാരെ കാണും, രാഷ്ട്രീയക്കാർ നിസ്സഹായരാണ്. ഇങ്ങനെ വരുമ്പോൾ ആദ്യത്തെ ആള് പിന്നെയും വേറൊരാളെ വിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ പോലീസിൽ പോയിട്ട് എന്തായി, നിങ്ങൾ രാഷ്ട്രീയക്കാരെ കണ്ടിട്ട് എന്തായി? അതുകൊണ്ടല്ലേ പറഞ്ഞത് മര്യാദയ്ക്ക് ഞങ്ങൾ പറഞ്ഞതുപോലെ കാര്യം നമുക്ക് അങ്ങ് സെറ്റിൽ ചെയ്യാം. എന്താ അപ്പോഴും സെറ്റിൽ ചെയ്യാൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഗുണ്ടായിസമാണ്, പിന്നെ നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ്. ഇങ്ങനെ എത്ര ഭൂമികളാണ് സമ്മർദ്ദം ചെലുത്തി വാങ്ങിച്ചത്. ഇത് മലപ്പുറം ജില്ലയിലൊക്കെ പണ്ടിങ്ങനെ നടക്കുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മലപ്പുറത്ത് മുസ്ലിം അല്ലാത്ത, ഞാൻ തെളിച്ച് പറയാം, മുസ്ലിം അല്ലാത്തവരുടെ ഭൂമി, വീട്, കെട്ടിടം ഒരാൾക്ക് വാങ്ങണമെന്ന് തോന്നിയാൽ അത് കൊടുത്തിട്ട് പോകല്ലാതെ രക്ഷയില്ല, അല്ലെങ്കിൽ ജീവിക്കാൻ സമ്മതിക്കില്ല. അത്ര വലിയ സമ്മർദ്ദമാണ്. ഇന്നിപ്പോൾ അതേ സമ്മർദ്ദം പാലായിലടക്കം, മധ്യ തിരുവിതാംകൂറിലടക്കം വന്നിരിക്കുകയാണ്. നമുക്കറിയാം 15 ലക്ഷം വീടുകൾ അടച്ചിട്ടിരിക്കുകയാണ് കേരളത്തിൽ. ആ വീടൊന്നും തീരെ മോശം വീടുകളല്ല. അതിനു ചുറ്റും ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. ഈ ഭൂമി നോക്കാനായിട്ട് നാട്ടിൽ ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഇതിന്റെ ഉടമസ്ഥര് വിദേശത്താണ്. ആ സമയത്ത് 2 തരത്തിലുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, ഡയറക്റ്റ് ആയിട്ട് ഈ ഭൂമി കയ്യേറുക, അല്ലെങ്കിൽ കെട്ടിടം കയ്യേറുക. 2, നിയമപരമായിട്ടുള്ള പ്രശ്നം ഉന്നയിക്കുക, സർവേ തർക്കം ഉണ്ടാക്കുക, അതുപോലെ ഉടമസ്ഥാവകാശ തർക്കം ഉണ്ടാക്കുക, അതല്ലെങ്കിൽ വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ കൊണ്ടുവരിക. എന്നിട്ടൊരു സന്നിഗ്ധാവസ്ഥയിൽ ഈ വിഷയത്തെ എത്തിച്ചതിന് ശേഷം അതിൽ നിന്ന് മുതലെടുക്കേണ്ട സമയത്ത് ഭരണകൂടം കൂടെ ഇല്ലാതെ വരിക, നിയമ സംവിധാനങ്ങൾ പ്രവർത്തിക്കാതെ വരിക, റവന്യൂ പോലീസ് അധികാരികളുടെ സപ്പോർട്ട് കിട്ടാതെ വരിക. കോടതിയിലേക്ക് പോയാൽ പിന്നെ ഇതിന്റെ നൂലാമാല ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം? യഥാർത്ഥ ഉടമസ്ഥൻ വിദേശത്താണ്. അപ്പോൾ ശരിക്കും ആസൂത്രിതമായി, നിയമപരമായി പ്രതിരോധമില്ലാതെ നിൽക്കുന്ന ഒരു സമൂഹത്തെയും അവരുടെ കയ്യിലുള്ള കെട്ടിടങ്ങളെയും ഭൂമിയെയും സമ്പത്തിനെയും സാമൂഹിക സമ്മർദ്ദവും രാഷ്ട്രീയ സമ്മർദ്ദവും നിയമപരമായിട്ടുള്ള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നിസ്സഹായതയും എല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പിടിച്ചെടുക്കുന്ന, ബലമായി പിടിച്ചെടുക്കുന്ന അതേ കാര്യമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ആരുടെയും പ്രോപ്പർട്ടി ഇത്തരത്തിൽ വഴിയേ പോകുന്നവർക്ക് വിൽക്കാനും വാങ്ങിക്കാനും കഴിയുന്ന സാഹചര്യം അങ്ങേയറ്റം ആപൽക്കരമാണ്, അങ്ങേയറ്റം ദയനീയമാണ്. ഇത്തരക്കാർ ഈ സമൂഹത്തിൽ കിടന്ന് ഇരുട്ടിന്റെ മറവിൽ ഇത്തരത്തിൽ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും ആ മിഷൻ പൂർത്തിയാക്കുന്നത് വരെ അങ്ങോട്ട് ഒരു കാക്കി കുപ്പായക്കാരനും എത്തിപ്പോലും നോക്കില്ല എന്നത് വളരെ ഭീകരമാണ്, വളരെ ദയനീയമായ അവസ്ഥയാണ്. അതിനടുത്ത ദിവസമോ പിന്നീടുള്ള ദിവസങ്ങളിലോ നിയമമെന്നും നടപടിയെന്നും പറഞ്ഞ് ഒരു മനുഷ്യനും ഒരുത്തനും അവരെ അസ്വസ്ഥതപ്പെടുത്തി ഇല്ല എന്നും, ഞങ്ങൾ ഏത് സാമൂഹ്യ വിരുദ്ധ തിന്മകൾ കാട്ടിക്കൂട്ടിയാലും ഞങ്ങളെ സംരക്ഷിക്കാൻ ഈ സംസ്ഥാനത്ത് ആളുണ്ട് എന്ന് ഒരു ഗൂഢമായ ഉറപ്പ് അവർക്കുണ്ടായിരുന്നു എന്ന കാര്യം ഇതിൽ നിന്നെല്ലാം വളരെ വ്യക്തമാണ്. ഇത്തരക്കാരുടെ ഈ ആത്മവിശ്വാസം മതേതര കേരളത്തിന്റെ ആധാരശിലകൾക്ക് വിള്ളൽ വീഴ്ത്താൻ പോകുന്നതാണ് എന്ന് നിസ്തർക്കമായ കാര്യമാണ് ഇവിടെ അരക്കിട്ട് ഉറപ്പിക്കപ്പെടുന്നത്. മതേതര കേരളം ഓർക്കുക, കേരളത്തിൽ കഷ്ടപ്പെട്ട് തലമുറകളെ പഠിപ്പിച്ച് വിദേശത്തേക്ക് ജോലിക്ക് വിട്ട ഒട്ടുമിക്ക ക്രൈസ്തവ ഭവനങ്ങളും ആളൊഴിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇത്തരം ഭവനങ്ങളും പിന്നെ ഞങ്ങൾക്ക് കണ്ടപ്പോൾ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയ വസ്തുക്കളും പിടിച്ചെടുക്കുവാൻ നേരിട്ടും അല്ലാതെയും നടക്കുന്ന ഇത്തരക്കാരുടെ നിഗൂഢമായ കരിങ്കാലിപ്പണികളെയും അനാവരണം ചെയ്തുകൊണ്ടായിരുന്നു അഡ്വക്കേറ്റ് ജയസൂര്യന്റെ പ്രതികരണം. ഏതായാലും അടഞ്ഞുകിടക്കുന്ന വീടുകൾക്ക് അമിത നികുതി ഏർപ്പെടുത്താൻ മാസങ്ങൾക്ക് മുൻപ് പിണറായി സർക്കാർ കരുക്കൾ നീക്കിയത് ഇത്തരം ഭൂമി പിടിച്ചെടുക്കൽ മാഫിയയെ സഹായിക്കാനാണ് എന്ന് അന്ന് തന്നെ ഷെക്കേന ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ഇപ്പോൾ അരക്കിട്ട് ഉറപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വ്യക്തമാകും അധികാരവർഗം ആരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. നീതിന്യായ കോടതി പ്രഖ്യാപിച്ച വിധിന്യായത്തിന്റെ വാറോലകൾക്ക് അത് എഴുതിയ പേപ്പറിന്റെ വില പോലും കൊടുക്കാതെ ഭീകരമായ അധിനിവേശം നടത്തിയ ക്രിമിനലുകൾ അവിടെ താൽക്കാലിക വീട് കെട്ടി കുടിപ്പാർക്കുകയും കന്യാസ്ത്രീകളുടെയും വൈദികരുടെയും ജീവന് ഭീഷണിയായി വർത്തിക്കുകയും ചെയ്യുമ്പോഴും ക്രൈസ്തവ സമൂഹം മാത്രമാണ് ഈ വിഷയം അവധാനതയോടെ ചർച്ച ചെയ്തത്. ഏതായാലും പ്രസ്തുത പുരയിടത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥർ മതിൽ കെട്ടിത്തിരിച്ച് സംരക്ഷിച്ചു കൊണ്ടിരുന്ന സ്ഥലത്തേക്ക് അതിഭീകരമായി അതിക്രമിച്ച് കടന്നിട്ടും ആ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു ആദ്യം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സമ്മർദ്ദവും പ്രതിഷേധവും ഒക്കെ മുറുകിയപ്പോഴാകട്ടെ വേഗത്തിൽ ഊരിപ്പോകാൻ കഴിയുന്ന തരത്തിലുള്ള വകുപ്പുകൾ മാത്രം ഇട്ടുകൊണ്ടാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പേരിന് അവരിൽ ചിലരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയും ചെയ്തു. മതിൽ തകർക്കാൻ ഉപയോഗിച്ച JCB അടക്കമുള്ള തൊണ്ടികൾ പിടിച്ചെടുക്കുകയും ചെയ്തു. എന്നാൽ കോടതി വിധിയെ ലംഘിച്ചുകൊണ്ടുള്ള അങ്ങേയറ്റം ധിക്കാരപരമായ ഈ നീക്കങ്ങൾ ഉണ്ടായിട്ട് 20-ലധികം ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പോലീസിന്റെ കൺമുന്നിൽ നിന്ന് മതിച്ചു വിളയാടിയ പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ക്രിമിനലുകൾക്ക് സംരക്ഷണം ഒരുക്കുന്ന ഈ പോലീസ് ഭീകരതയ്ക്കെതിരെ അതിശക്തമായ പ്രതികരണമാണ് ഷെക്കേനയുടെ ചർച്ചയിൽ പങ്കെടുത്ത് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് നടത്തിയത്.
കളമശ്ശേരിയിൽ അരങ്ങേറിയ അതിക്രമത്തിന്റെ നിജസ്ഥിതിയും അതിന്റെ പിന്നിലെ നീക്കങ്ങളും വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ശ്രീ ഷോണിന്റെ പ്രതികരണം. കളമശ്ശേരി പോലീസിന്റെ മൂക്കിന് കീഴെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഒരു 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 സാധാരണയൊക്കെ നമ്മളൊരു കയ്യാല പൊളിച്ച് ആ കയ്യാല പൊളിച്ചു മാറ്റി അവിടെ എന്തെങ്കിലുമൊക്കെ സ്ഥാപിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് അങ്ങനെയല്ല. 100 മീറ്ററോളം വരുന്ന ഏറെക്കുറെ 8 അടി ഹൈറ്റിലുള്ള ഒരു മതില് പൂർണ്ണമായും പൊളിച്ചു മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ പൊളിച്ചു മാറ്റിയ ഈ മതിലിന് മാത്രമല്ല മതിലിന്റെ മുഴുവൻ അവശിഷ്ടങ്ങളും അത് രാത്രി തന്നെ നീക്കം ചെയ്തു. അവിടെ ഒരു ഭീകരാന്തരീക്ഷം. ഇപ്പൊ ഞങ്ങൾ അവിടെ എത്തിയപ്പോ 25 പോലീസുകാർ നിൽപ്പുണ്ട്. പോലീസ് തന്നെ രജിസ്റ്റർ ചെയ്ത FIR-ലെ പ്രതികൾ അതിന് അവരുടെ കാവലിൽ, അതായത് ഞങ്ങളെന്തോ ആക്രമിക്കാൻ ചെന്നുള്ള രീതിയിലാണ്. എന്താണെന്ന് അവിടുത്തെ നിജസ്ഥിതി എന്താണെന്ന് അന്വേഷിക്കാനാണ് BJP അവിടെ എത്തിയത്. അപ്പൊ ഞങ്ങൾ അവിടെ കയ്യേറാൻ ചെല്ലുന്നു അല്ലെങ്കിൽ മാർച്ച് നടത്താൻ ചെല്ലുന്നു എന്നുള്ള നിലയിൽ അവിടെ ചെന്നപ്പം അവർക്ക് കാവല, അതായത് പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ പ്രതികളായിട്ടുള്ളവർക്ക് കാവലായി 25 പോലീസ് അവിടെ നിൽക്കുകയാണ് ഞങ്ങളെ പ്രതിരോധിക്കാൻ. അപ്പൊ അവർക്ക് കിട്ടിയേക്കുന്ന ഗവൺമെന്റ് ഡയറക്ഷൻ ഈ കയ്യേറ്റക്കാരെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇന്റർവെൻഷനിൽ ഇറക്കാൻ വന്നാൽ കയ്യേറ്റക്കാരെ സംരക്ഷിക്കണം. ഇവിടെ ഒരു ഇഞ്ചക്ഷൻ കിട്ടിയാൽ ഏതെങ്കിലും പോലീസ് ഇങ്ങനത്തെ സംരക്ഷണം ഏർപ്പെടുത്തും. ഒരു നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു ഇടിവണ്ടി എന്നൊക്കെ പറയല്ലേ, പോലീസിന്റെ ഇടിവണ്ടി എന്നൊക്കെ പറയുന്ന ഒരു ഇടിവണ്ടി അവിടെ ഫുൾ ടൈം ഇട്ടിരിക്കുകയാണ്. കേരളത്തിൽ വളർന്നു പൊന്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമാന്തര നിയമ വ്യവസ്ഥയെക്കുറിച്ചും കോടതിയെക്കുറിച്ചും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികളെ കുറിച്ചും വ്യക്തമായി തന്നെയാണ് ഷോൺ ജോർജ് പറഞ്ഞത്. ഒറ്റപ്പെട്ട ഒരു അതിക്രമം എന്ന നിലയിൽ അതിനെ തള്ളിക്കളയാൻ നമുക്ക് കഴിയില്ല. കാരണം അതിന്റെ പിന്നിൽ നിരവധി അജണ്ടകൾ മറഞ്ഞിരിക്കുന്നത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. കളമശ്ശേരിയിലെത്തി കാര്യങ്ങളുടെ നിജസ്ഥിതി അന്വേഷിക്കാതെ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് പകരം അവിടെ എത്തി വിശദമായി വിശകലനങ്ങൾ നടത്തിയവർക്ക് ഒരു കാര്യം വ്യക്തമാകും: ചെയ്തത് തികഞ്ഞ പോക്രിത്തരവും ക്രിമിനൽ വിളയാട്ടവുമാണ്. എന്നിട്ട് ഫലത്തിൽ പറഞ്ഞ കാശ് മുടക്കി സ്ഥലം വാങ്ങിയ മാർത്തോമാ ഭവൻകാരെ കയ്യേറ്റക്കാരാക്കുന്ന പ്രചാരണമാണ് ഈ മനുഷ്യർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രസ്തുത വസ്തുവിന്റെ മുൻ കരപ്പാട്ടക്കാരനായ ഹനീഫയുടെ മക്കൾ ചട്ടവിരുദ്ധമായി അത് വിറ്റുവെങ്കിൽ ഈ വാങ്ങിയ മനുഷ്യർ മാർത്തോമാ ഭവൻ മതിൽ കെട്ടി കൈവശം വെച്ച് സൂക്ഷിക്കുന്ന പ്രോപ്പർട്ടി വന്നു നോക്കാതെയോ പരിശോധിക്കാതെയോ വാങ്ങി എന്നത് അങ്ങേയറ്റം ആസൂത്രിതമാണ്. അതിന് വലിയ ക്രിമിനൽ സംഘങ്ങളുടെ പിന്തുണ തന്നെയാണുള്ളത്. അത് അങ്ങേയറ്റം ആശങ്കാജനകമാണ്. ഭൂരിപക്ഷ മാധ്യമങ്ങളും ഈ പച്ചയായ അധിനിവേശവും അതിക്രമവും കണ്ടതേ ഇല്ല എന്നത് ഏറെ വിചിത്രമായിരിക്കുന്നു എന്ന് പറയാതെ പറ്റത്തില്ല. ക്രൈസ്തവ സന്യാസിനികൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ ചുറ്റുമതിൽ തകർത്ത് പൂർണ്ണമായും അവരുടെ സുരക്ഷയെ ഗൗരവമായി ബാധിക്കുന്ന കാര്യമായിട്ട് കൂടി സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നാഴികയ്ക്ക് 40 വട്ടം വായാട്ടം നടത്തുന്നവർക്ക് പോലും പ്രതികരിക്കാൻ തോന്നാത്തത് ക്രൈസ്തവ സമൂഹത്തോട് ആകമാനമുള്ള വെല്ലുവിളിയായി തന്നെ കണക്കാക്കേണ്ടതാണ്. ഇത്തരത്തിൽ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാകുന്ന അധിനിവേശത്തെ കുറിച്ച് ഈ സമൂഹം വെച്ചു പുലർത്തുന്ന നിർവികാരതയും ആവൽക്കരം തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ചെക്കേന ചർച്ചയിൽ പങ്കെടുത്ത സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുട്ടി അതേക്കുറിച്ച് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: നമ്മൾ ഈ പറയുന്ന ഛത്തീസ്ഗഡിൽ ഉണ്ടാകുന്ന മിഷൻ പ്രവർത്തനങ്ങളെ കുറിച്ച് മാത്രം ആവലപ്പെട്ടുകൊണ്ടിരുന്ന കാര്യമില്ല. കണ്ണു തുറന്ന് നമ്മുടെ കേരള സമൂഹത്തെ കാണണം. നമുക്ക് വേണമെങ്കിൽ ഈ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാൻ വേണ്ടി ഛത്തീസ്ഗഡിലെ കാര്യങ്ങളെ കുറിച്ചോ അതല്ലെങ്കിൽ ഇനി എന്താ പറയണേ ആകാശത്തിനും ഭൂമിയിലൊക്കെ ഇടയിലുള്ള കുറെ കാര്യമൊക്കെ പറഞ്ഞ് നമുക്ക് ചർച്ചകൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. പ്രായോഗിക തലത്തിലേക്ക് ഇറങ്ങേണ്ട ഇടങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തിന് ഇവിടെ ആശ്രമമണിയാണെന്നല്ല, ക്രിസ്ത്യാനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് മധ്യ കേരളത്തിൽ പോലും ഇങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ മറ്റു ചില ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് തീർച്ചയായിട്ടും നമ്മൾ ഗൗരവത്തോടു കൂടി തന്നെ കാണണം. അതായത് ക്രൈസ്തവർക്ക് ഏറ്റവും കൂടുതൽ വേരോട്ടം ഉണ്ടെന്ന് നമ്മൾ പറയുന്ന ഈ മധ്യ കേരളത്തില്, അതായത് എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളുടെ ഉദാഹരണം നമ്മളിപ്പോ പറഞ്ഞു, 3 ജില്ലകളുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇത് തന്നെ ഈ ഒരു അവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഭയാനകമായിരിക്കും കേരളത്തിന്റെ അങ്ങേ തെക്കൻ മേഖലയിലും വടക്കൻ മേഖലയിലും ഒക്കെ സംഭവിക്കാൻ പോവുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മേഖലകളെ കുറിച്ചൊക്കെ നമ്മൾ ഗൗരവമായിട്ട് തന്നെ പഠിക്കുകയും അല്പം കൂടി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി സഭ പ്രവർത്തിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത, ക്രൈസ്തവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ആയിരക്കണക്കിന് മൈലുകൾക്ക് അപ്പുറത്തുള്ള ഗാസയിലും റാഫയിലും ഒക്കെ നരകുലത്തിനെതിരായി നടത്തിയ കുറ്റങ്ങൾക്ക് തീവ്രവാദികൾ വെടിയേറ്റ് വീഴുമ്പോൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ ക്യാമ്പയിനുകൾ പ്രചണ്ഡമാക്കുന്ന നടിമാരും സെലിബ്രിറ്റികളും സോഷ്യൽ മീഡിയ ഫിഗറുകളും ഒന്നും അവരുടെ മൂക്കിന് താഴെ കളമശ്ശേരിയിൽ കന്യാസ്ത്രീ മഠം ആക്രമിച്ചത് അറിഞ്ഞിട്ടില്ല. സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി വുമൻസ് ഫോറം ഒക്കെ ഉണ്ടാക്കി അലറി വിളിക്കുകയും സ്ത്രീകൾക്ക് സ്വസ്ഥമായി പ്രവർത്തിക്കാൻ തെരുവിൽ മനുഷ്യമതിലൊക്കെ കെട്ടുകയും ചെയ്യുന്നവരും
ജീവനിൽ കൊതിപൂണ്ട് നിലവിളിക്കുന്ന കളമശ്ശേരിയിലെ പാവം കന്യാസ്ത്രീകളുടെ രോദനത്തെ കണ്ടതേയില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം അപലപനീയം തന്നെയാണ്. വളരെ പരിഹാസ്യമാണത്. അതിന്റെ കാരണം വ്യക്തമാക്കിക്കൊണ്ടാണ് മാധ്യമപ്രവർത്തകനായ ജോൺസൺ കൊച്ചിപ്പറമ്പൻ ഷെക്കേന ചർച്ചയിൽ പ്രതികരിച്ചത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി, ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷത്തുള്ളതോ ഭരണപക്ഷത്തുള്ളതാകട്ടെ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി ആ പ്രദേശം സന്ദർശിച്ച് അതിന്റെ നിജസ്ഥിതി പഠിച്ചുകൊണ്ട് വസ്തുത പുറത്തു പറയാൻ തയ്യാറായിട്ടുണ്ട്? ഭരണകൂടം ഇടപെട്ടില്ല. ഭരണകൂടത്തെ വിലക്കെടുത്തു. ഭരിക്കുന്നവരെ മാത്രമാണോ ജോർജ് വിലക്കെടുത്തത്? പ്രതിപക്ഷം എവിടെയാ? അവിടുത്തെ ഏറ്റവും MP അടക്കമുള്ളവർ ഏത് പ്രസ്ഥാനത്തിൻ്റെതാ? അവിടുത്തെ MLA അടക്കമുള്ളവർ ഏത് പ്രസ്ഥാനത്തിൻ്റെതാ? ഇവരൊക്കെ അറിയാതെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇനി ഇവരൊക്കെ അറിയാതാണെന്നാണ് വിശ്വസിക്കാം, നമുക്ക് പേരിൽ വിശ്വസിക്കാം. ഇവരാരും അറിഞ്ഞില്ല. സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ അറിഞ്ഞല്ലോ, കേരളം മുഴുവൻ അറിഞ്ഞില്ലേ? അപ്പം ആ ലോക്കൽ പ്രദേശത്തെ ജനപ്രതിനിധികളെങ്കിലും അവിടെ പോയി ഇടപെടണ്ടേ? എന്താണ് വിഷയം എന്ന് പഠിക്കണ്ടേ? ഈ സഭാ സമൂഹത്തിന്റെ ഭാഗത്താണ് ന്യായം, ഇവരുടെ ഭാഗത്താണ് രേഖകൾ എങ്കിൽ ഇവർക്ക് അനുകൂലമായി സംസാരിക്കണ്ടേ? നിയമപരമായ കാര്യങ്ങൾ കോടതിയിലേക്ക് പോകട്ടെ. ഒരു MLA അവിടെ മതിൽ കെട്ടിക്കൊടുക്കണ്ട, ഒരു MP പോയി മതിൽ കെട്ടിക്കൊടുക്കണ്ട, അത് കോടതി നോക്കട്ടെ. പക്ഷേ ഇവരുടെ ഭാഗത്താണ് ന്യായമെന്ന് പൊതുസമൂഹത്തോട് പറയുവാനുള്ള ബാധ്യത. അതെന്താ പറയാത്തത്? അപ്പൊ ഭയക്കുന്നതല്ല, ഇവരെ മുഴുവൻ വിലക്കെടുത്തിരിക്കുന്നു. ഇന്ന് മാർത്തോമാ ഭവന് നേരിട്ട ദുരവസ്ഥ കണ്ടിട്ട് അതിൽ ആശങ്ക രേഖപ്പെടുത്താൻ പോലും മെനക്കെടാതെ മാറി നിന്ന് നൂതനമായ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടത് ഇത്തരം ക്രിമിനലുകൾക്ക് അഴിഞ്ഞാടാനുള്ള സാഹചര്യം നിലനിൽക്കുന്ന കാലത്തോളം കേരളത്തിൽ ആരുടെയും വസ്തുവകകൾക്ക് സുരക്ഷിതത്വം ഇല്ല എന്നുള്ളത് തന്നെയാണ്. കേരളത്തിന്റെ ഭരണ പ്രതിപക്ഷങ്ങളുടെ ഒത്താശയോടെ വളർന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ചില വർഗീയ ശക്തികളുണ്ട്. ഞങ്ങൾക്കിവിടെ എന്തുമാകാം, ആരും ഞങ്ങളോട് ചോദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിന്റെ സമസ്ത മണ്ഡലങ്ങളിലേക്കും അവരുടെ വ്യാപാര ശക്തികളെ വിന്യസിപ്പിക്കുവാൻ കയ്യൂക്കും സംഘബലവും കാട്ടി അമ്പട ഞങ്ങളെ എന്ന ഭാവത്തിൽ തക്കം പാർത്ത് കഴിയുന്നവർ തന്നെയാണ് ഈ നിഗൂഢ പ്രവൃത്തികളുടെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായ കാര്യമാണ്. ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടവരെല്ലാം ഇതൊരു സമാധാന പാഠമാക്കി വെച്ച് കണ്ണും കാതും തുറന്നു പിടിച്ച് ഈ സമൂഹത്തിൽ നിലകൊണ്ടേ തീരൂ. പ്രത്യേകിച്ച് വസ്തുക്കൾ വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ കനത്ത ജാഗ്രതയാണ് നമ്മളെല്ലാം കാണിക്കേണ്ടത് എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങൾ, ഈ സംഭവങ്ങൾ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. സാക്ഷാൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവാകുന്ന സത്യവചനത്തെ ആലേഖനം ചെയ്ത മതിലുകൾ തകർത്തെറിയുമ്പോൾ പിശാചിനും അവന്റെ സന്തതികൾക്കും അനൽപമായ സന്തോഷമുണ്ടാകും എന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ ചിരിക്ക് ആയുർദൈർഘ്യം ഒരുപാടൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ളത് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. മാർത്തോമാ ഭവനിലെ വൈദികർക്കും സന്യാസിനികൾക്കും ഇന്ന് പ്രാർത്ഥനയുടെ പിൻബലവും ഇന്ത്യയുടെ നിയമവാഴ്ചയിലുള്ള വിശ്വാസവും മാത്രമേ കൈമുതലായിട്ടുള്ളൂ. എന്നാൽ മാർത്തോമാ ഭവന്റെ അന്തരീക്ഷത്തിൽ ഘനീഭവിച്ചു നിൽക്കുന്ന നിസ്സഹായതയുടെ ചൂരുള്ള അവരുടെ അടക്കിപ്പിടിച്ച നെടുവീർപ്പുകളെ അതേ തീവ്രതയോടെ അളന്നറിയുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. ഈ ഛിദ്രശക്തികൾ പണത്തൂക്കത്തിനും സ്വാധീനത്തിനുമൊന്നും മറിക്കാനാകാത്ത നീതിയുള്ള ആ ന്യായാധിപതിയുടെ നീതിയുള്ള വിധി വെളിപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളത് ഓർത്തിരിക്കുക. ന്യൂസ് സ്കാൻ സമാപിക്കുന്നു. ഇനി അടുത്തയാഴ്ച.